അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സർവാദരണീയരായ ഉസ്താദുമാർ, ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വായിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ള പുസ്തകമാണ് പ്രശസ്ത അമേരിക്കൻ അഫ്ഗാൻ എഴുത്തുകാരനായ ഖാലിദ് ഹുസൈനിയുടെ എ തൗസൻഡ് സ്പ്ലെൻഡഡ് നൈറ്റ്സ് സൺസ് അഥവാ തിളക്കമാർന്ന 1000 സൂര്യന്മാർ എന്ന പുസ്തകം. ഈ പുസ്തകം കേവലം ഒരു നോവലല്ല, അല്ലെങ്കിൽ ഒരു കഥ മാത്രമല്ല, മറിച്ച് ആഭ്യന്തരമായ സംഘർഷങ്ങളിലും ജീർണതകളിലൂടെ ഒരു രാജ്യം കടന്നു പോകുമ്പോൾ ആ രാജ്യത്ത് അനുഭവിക്കുന്ന 2 സ്ത്രീകളുടെ ദുരനുഭവങ്ങളും അതുപോലെ തന്നെ ആ നാടിന്റെ ഒരു സാമൂഹിക പശ്ചാത്തലവും ഒക്കെയാണ് ഈ പുസ്തകത്തിൽ പ്രധാന പ്രമേയമായി ഖാലിദ് ഹുസൈനി കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒരു സംഘടനകൾക്കിടയിലും പ്രതിരോധം തീർക്കുന്ന ഒരു സ്ത്രീകളുടെ മനക്കരുത്തും കൂടി ഇതിന്റെ പ്രധാന ആശയമായി കടന്നു വരുന്നുണ്ട്. എഴുത്തുകാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രശസ്ത അമേരിക്കൻ അഫ്ഗാൻ എഴുത്തുകാരനായ ഖാലിദ് ഹുസൈനി തന്റെ ചെറുപ്പകാലത്ത് തന്നെ അമേരിക്കയിലേക്ക് പഠന പ്രവാസത്തിന് പോകുന്നുണ്ട്. എങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ആ ആഭ്യന്തര കലാപങ്ങളും അവിടുത്തെ മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളുമൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലുടനീളം. ആ ഒരു വൈകാരികമായ പശ്ചാത്തലം അദ്ദേഹത്തിന്റെ കൃതികളിലുടനീളം കാണാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. 1960-നും 2005-നും ഇടയിലുള്ള അഫ്ഗാനിസ്ഥാനിന്റെ ആഭ്യന്തരമായ ജീർണതകളും കലാപങ്ങളും കലുഷിതമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട 2 സ്ത്രീകൾ അവരുടെ അവകാശത്തിനും അതുപോലെ തന്നെ സാമൂഹ്യപരമായിട്ടുള്ള ഉന്നതിക്കും വേണ്ടി പോരാടുന്ന ആ ഒരു പോരാട്ടമാണ് നോവലിൽ പ്രധാനമായി കാണാനാകുന്നത്. സോവിയറ്റ് യൂണിയന്റെയും സോവിയറ്റാനന്തര താലിബാന്റെയും അധികാരകാലത്ത് 2 സ്ത്രീകളെ വധിച്ചിടുന്ന നോവൽ അവരനുഭവിക്കേണ്ടി വരുന്ന ദുർവിധികളും എല്ലാം വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഈ നോവൽ വികസിക്കുന്നത് മറിയം എന്ന സ്ത്രീയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. തന്റെ ചെറുപ്പകാലത്ത് സ്വന്തമായൊരു പിതാവ് ഉണ്ടായിട്ട് പോലും, സമ്പന്നനായൊരു പിതാവ് ഉണ്ടായിട്ട് പോലും, വ്യഭിചാരവൃത്തിയിലൂടെ ജനിച്ച ഒരു കുട്ടി എന്ന പേരിൽ അങ്ങ് നഗരത്തിന് അങ്ങ് ദൂരെ സ്കൂൾ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ആധുനിക ജീവിതവും ഒക്കെ സ്വപ്നം കണ്ട് ജീവിക്കുന്ന മറിയം എന്ന ചെറിയ പെൺകുട്ടിയിൽ നിന്ന് തുടങ്ങുകയാണ് കഥ. അതിനുശേഷം പല സ്വപ്നങ്ങളും ഇങ്ങനെ കേവലം ആശകളാക്കി മാത്രം മനസ്സിൽ വെച്ചിട്ട് വലുതാകുമ്പോൾ തന്നെക്കാൾ 20 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സ് പ്രായം അധികമുള്ള റഷീദ് എന്ന പേര് ഒരു കാബൂളുകാരനെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടി വരികയും പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ഒരു സംഭവങ്ങളൊക്കെയാണ് കഥയിലുടനീളം ഇങ്ങനെ മറിയമിനെ കേന്ദ്രീകരിച്ച് വരുന്നത്. സന്താനം ഇല്ല എന്നതിന്റെ പേരിൽ മറിയം ഒരുപാട് പീഡനങ്ങളും അതുപോലെ തന്നെ മറ്റും റഷീദിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിലാണ് അഫ്ഗാന്റെ പല ഭാഗങ്ങളിലും ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ മറ്റൊരു സ്ത്രീയും, ആ ഒരു കഥയിൽ മറ്റൊരു സ്ത്രീയും കയറി വരുന്നുണ്ട്, ലൈല എന്ന പേരിൽ. അഥവാ അവളും കുടുംബവും പാകിസ്ഥാനിലേക്ക്, ഈ ഒരു ആഭ്യന്തര കലാപത്തിന്റെ പേരിൽ പാകിസ്ഥാനിലേക്ക് കുടിയേറുമ്പോൾ പെട്ടെന്നുണ്ടായ ഒരു ആക്രമണത്തിൽ അവരുടെ കുടുംബം മൊത്തം നഷ്ടപ്പെടുകയും അവളേറെ സ്നേഹിച്ചിരുന്ന സ്നേഹിതനും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ലൈലയെ മറിയമിന്റെ ഭർത്താവായ റഷീദ് ഏറ്റെടുക്കുകയും അതിലൂടെ ഇവനിക്ക് സന്താന സൗഭാഗ്യം ലഭിക്കുമല്ലോ എന്ന ആ ഒരു ആഗ്രഹത്തിൽ ലൈലയെ കൂടി ഇവന്റെ ഭാര്യയാക്കുകയാണ്. അവിടെ മുതലാണ് 2 സ്ത്രീകളും അവരുടെ പ്രതിരോധങ്ങൾ തീർക്കുന്ന കഥ ആരംഭിക്കുന്നത്. അഥവാ നോവലിന്റെ പ്രധാന ഭാഗം വരുന്നത് ഈ ഒരു കണ്ടുമുട്ടലിന് ശേഷമാണ്. നോവൽ പ്രധാനമായി 4 ഭാഗങ്ങളിലാണ് തിരിച്ചിട്ടുള്ളത്. ആദ്യ ഭാഗം മറിയമിനെ കേന്ദ്രീകരിച്ചു വരുമ്പോൾ, 2ാം ഭാഗവും 3ാം ഭാഗവും 4ാം ഭാഗവും 2 പേരും ശേഷം കണ്ടുമുട്ടുന്നതും അതിനുശേഷം അവർക്കിടയിൽ വരുന്ന ആ ഒരു ജീർണതകളും അതുപോലെ തന്നെ ആ ഒരു ദുർവിധികളും അതിനെ പ്രതിരോധം തീർക്കുന്ന ആ ഒരു കഥകളിലൂടെയാണ് നോവൽ വികസിക്കുന്നത്. ഈ നോവലിലൂടെ
നോവലിസ്റ്റ് സംവേദിക്കാൻ ഉദ്ദേശിക്കുന്ന ആശയം എന്നത് ഇരുവരുടെയും ഉറച്ച ബന്ധവും അതുപോലെ തന്നെ അതിജീവിക്കാനുള്ള അവരുടെ ആ ഒരു കഴിവിനെയുമാണ് പ്രധാനമായും പ്രമേയവൽക്കരിക്കപ്പെടുന്നത്. അഫ്ഗാനിസ്ഥാനിലെ സംഘർഷാവസ്ഥകളുടെ പശ്ചാത്തലത്തിൽ ഈ രണ്ട് യുവതികളുടെ ദുരിതമായ ജീവിതങ്ങൾ കോരിയിടുകയാണ് നോവലിൽ. നിരന്തരമായ യുദ്ധ പോരാട്ടങ്ങൾക്കിടയിലും അതിന്റെ ഫലം വന്നോണം സംഭവിക്കുന്ന അതിതീവ്രമായ അനുഭവങ്ങൾ തന്റെ കഥാപാത്രങ്ങളിലുടനീളം വരച്ചിടുകയാണ്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളെ കൂടി ചേർത്തി ആണ് ഈ കഥാപാത്രങ്ങളെ അദ്ദേഹം വികസിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പറയേണ്ടതാണ്, ലളിതവും അതുപോലെ തന്നെ ഹൃദയസ്പർശിയുമായ ഭാഷയിലാണ് അദ്ദേഹം അനുവാചകരോട് സംവേദിക്കുന്നത്. ആ ഒരു വാക്കുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കേവലം നമ്മളൊരു വായനക്കാരനായി മാത്രമല്ല, മറിച്ച് ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആ ഒരു സംഘടനകളിൽ നമ്മൾ കൂടി ഉൾക്കൊള്ളുന്നു, അല്ലെങ്കിൽ നമ്മൾ കൂടി അതിന്റെ ഭാഗമാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ രചനയിൽ ആദ്യം മുതൽ അവസാനം വരെയും നമുക്ക് വായിക്കുമ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.